Krishna Leela, Krishna's eternal legacy, created in gold. Joy Alucas, world's favorite jeweler. സിനിമയുടെ ഷൂട്ടിങ് മൂന്നാറോ ആ കുട്ടിക്കാനം ഭാഗത്തായിരുന്നു. അപ്പൊ രാത്രി കിടന്നുറങ്ങുമ്പോ എന്റെ കഴുത്തിൽ ആരോ ഇങ്ങനെ പിടിച്ച് എനിക്ക് ആകെ ഒരു വെപ്രാളായിരുന്നു. എനിക്കിങ്ങനെ പ്രേതത്തിനെ പൊതുവെ പേടിയുള്ളതുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എപ്പോഴും ഒന്ന് കണ്ണടഞ്ഞു പോയപ്പോഴായിരുന്നു ഈ അറ്റാക്ക് എന്റെ നേരെ. അച്ഛൻ സ്നേഹത്തോടെ വാങ്ങിക്കൊടുത്ത തയ്യൽ മെഷീൻ ആ നാട്ടിലെ ക്രൂരനായ കള്ളൻ കട്ടോണ്ട് പോയി. ആ വിഷമം താങ്ങാൻ വയ്യാതെ സൂചി തിന്ന് ആത്മഹത്യ ചെയ്തു. തയ്ച്ചുകൊണ്ടിരുന്നപ്പോൾ സൂചി കുത്തി ചത്തുപോയ ഒരു പെണ്ണിന്റെ കഥ. തൃശ്ശൂർ ഭാഷ പറയുന്ന യക്ഷി ആയിരിക്കൂലേ? അല്ല. പിന്നെ ഏത് സ്ലാങ് ആണ് യക്ഷി ഉപയോഗിക്കുന്നത്? ഇപ്പൊ കോട്ടയം ഭാഷ ഒക്കെ പറയുന്ന അച്ചടി ഭാഷ. കോട്ടയത്ത് നിന്ന് യക്ഷിയാണോ? കോട്ടയം പട്ടണമേ കണ്ടുകൊള്ളുക. ഒരു പ്രേത സിനിമയിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട 3 മൃഗങ്ങൾ ആരൊക്കെയാണ്? പട്ടി, പശു. പശു പൂച്ച മസ്റ്റാണ്. ഈ ഇരിക്കുന്ന 2 പേരിൽ പൈസക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ബാർഗൻ ചെയ്തത് ആരോടാണ്? മനസ്സിലായില്ല. ഏറ്റവും കൂടുതൽ പൈസ ചോദിച്ചപ്പോ പറ്റില്ല എന്ന് പറഞ്ഞ ആരെടുത്താന്ന് പറഞ്ഞോ? ഞാൻ ഒരു പ്രതിഫലം പറഞ്ഞു, അത് പറ്റില്ല എന്ന് അവര് പറഞ്ഞു. കടത്തനാട്ടെ കളരിയിലടവുകൾ പഠിച്ചെടുത്തൊരു പെണ്ണാണേ, കറണ്ടടിക്കണ കണ്ണാണേ, ഉടക്ക് തോന്നൽ പതിവാണേ. താനേ തനേ തനനനാനേ തന്നേ താനേ തനനനാനേ, താനേ താനേ തനനനാനേ തന്നേ താനേ തനനനാനേ, താനേ താനേ തനനനാനേ. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ തയ്യൽ മെഷീൻ എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നു കിച്ചു ടെല്ലസ്, ഗായത്രി ആൻഡ് സംവിധായകൻ വിനയൻ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു വീണ. കിച്ചു ടെല്ലസ്, പ്ലീസ് ടെല്ലസ്, ഹൗ ആർ യു? ഫൈൻ. ആണല്ലേ? ഈ എന്താ ഈ ടെല്ലസ് എന്നുള്ള പേര്? എല്ലാവരും ചോദിച്ചു മടുത്തിട്ടുണ്ടാവും. എന്നാലും ഞാൻ പുതുതായിട്ട് എന്റെ കയ്യിൽ ഇരിക്കട്ടെ. ആണോ? ഇതൊരു പുതുമയാണ് എനിക്ക്. ഞാൻ വിചാരിച്ച പേര് കാണുമ്പോ എല്ലാവരും ചോദിച്ചിട്ടുണ്ടാവുന്നു. ആണല്ലേ? ഓക്കെ, ഗായത്രി, ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പ്രേത സിനിമയാകുമ്പോൾ പ്രേതം, ഭൂതം, മന്ത്രവാദം ഇതൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഏരിയയാണ്. പക്ഷെ എനിക്കൊരു ഭയങ്കരമായിട്ടുള്ള കൺസേൺ ഉണ്ട്. പ്രേതം ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള ഉടുപ്പുകളൊക്കെ ഇട്ട് വരുമോ അതോ വെള്ള സാരിയിൽ വരുമോ? പ്രേതം കളർഫുള്ളാ. ആണോ? കളർഫുൾ ആയിട്ടുള്ള സാരി, കളർഫുൾ ആയിട്ടുള്ള സാരികൾ തന്നെയാണ്, പക്ഷെ കളർഫുൾ ആണ്. ആണോ? സംവിധായകനാണ് പറഞ്ഞത് നമുക്ക് സാരിയിൽ മാത്രം പിടിച്ചാൽ മതി, അങ്ങനെയുള്ള മോഡേൺ ഡ്രസ് ഒന്നിട്ട് വരുന്ന മോഡേൺ പ്രേതം ആകണ്ടെന്നുള്ളത്. തീർച്ചയായും ചേഞ്ച് വേണമല്ലോ നമ്മൾക്ക്, വെറൈറ്റി. അതാണ് കളർഫുൾ സാരി വരുന്നത്, വെറൈറ്റി. വൈറ്റിൽ നിന്നൊന്ന് മാറി പിടിക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഇനി ഗായത്രിയോട് ഞാൻ വളരെ സവിശേഷമായ ഒരു ചോദ്യം ചോദിക്കാം. ഒരു യക്ഷിയാവാനായിട്ട് തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? ഒന്നുമില്ല, വെറുതെ അങ്ങ് നിന്നാ മതി എന്നാണ്. എന്നാലും എന്തൊക്കെയായിരുന്നു? എങ്കിൽ വേണ്ട പോട്ടെ, യക്ഷിക്കുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ്? യക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. സിനിമ എന്ന് പറയണമെന്നില്ല, യക്ഷിക്കുള്ള സവിശേഷതകൾ. ഗായത്രി കണ്ടിട്ടുള്ള യക്ഷികൾ സാധാരണ എങ്ങനെയാണ്? യക്ഷി റിവെഞ്ച്ഫുൾ ആയിരിക്കും അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. പറയടേ, എന്ത് ചോദിച്ചാലും പറയാൻ പറ്റില്ലെന്നാണ് പറയുന്നു. ഞാൻ ഒന്നും പറയുന്നില്ല. അല്ല, പൊതുവെ നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് യക്ഷി റിവെഞ്ച്ഫുൾ ആയിരിക്കും. എന്തെങ്കിലും ഒരു പാസ്റ്റ് ഉണ്ടായിരിക്കും യക്ഷിക്ക്, അതായിരിക്കും യക്ഷിയുടെ. പിന്നെ നെഗറ്റീവ് എനർജിയാണ്. പിന്നെ റിവെഞ്ച് എടുക്കാൻ വേണ്ടി ആൾക്കാരെ വധിക്കും, ആൾക്കാരെ ഇല്ലാതെയാക്കും. അങ്ങനെയൊക്കെയാണ്. അടിപൊളിയായിട്ടുണ്ടടാ. അജഗജാന്തരത്തിൽ ആനയ്ക്ക് ശേഷം തയ്യൽ മെഷീനിൽ പ്രേതത്തിലേക്ക് വന്നപ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു? ആനയായിരുന്നു ഭേദം. ഇത് ഗായത്രിയെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞാണോ? നല്ല കുട്ടിയല്ല, ആദ്യമേ പറഞ്ഞു. നീ അങ്ങനെയാണെങ്കിൽ തയ്യൽ മെഷീൻ ആണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട സാധനം. നിങ്ങൾ ആർക്കൊക്കെ തയ്ക്കാൻ അറിയാം? എനിക്കറിയാം.
ശരിക്കും അറിയാവോ? എനിക്കറിയാം. സ്വന്തമായി തയ്ച്ചിട്ടുള്ളത് എന്താണ്? എനിക്ക് ഒരുപാട് സ്റ്റിച്ചസ് അറിയാം, എംബ്രോയിഡറി സ്റ്റിച്ചസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എംബ്രോയിഡറി. റണ്ണിങ് സ്റ്റിച്ച് അറിയാം, ലൂപ്പ് സ്റ്റിച്ച് അറിയാം, നോട്ട് സ്റ്റിച്ച് അറിയാം. വാവ്, ആണോ? സ്വന്തമായി തയ്ച്ചിട്ടുള്ളത് എന്താണ്? എംബ്രോയിഡറി. അത് എന്തിലെങ്കിലും ആവണ്ടേ? നമ്മള് സ്റ്റിച്ചിങ്ങിലെ അത് അതിലേക്ക് കടന്നിട്ടില്ല, പക്ഷെ ഞാനിങ്ങനെ ഓരോ അതെ അതെ എനിക്ക് ഇഷ്ടമാണ് അത് ചെയ്യാനായി. എന്തായിരുന്നു തയ്യൽ മെഷീൻ എന്ന് പേരിടാനുള്ള ഒരു കാര്യം എന്താണ്? തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞ പേരിടാനുള്ള കാരണം ഈ സിനിമ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു പേര് തയ്യൽ മെഷീൻ തന്നെയാണ്. കാരണം അതിന്റെ മെയിൻ കണ്ടന്റ് തയ്യൽ മെഷീനാണ്. തയ്യൽ മെഷീൻ കൂടിയാണ് ഹൊറർ കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ തയ്യൽ മെഷീൻ തന്നെ കൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് തുന്നൽക്കാരിലേക്കൊക്കെ എത്തൂലോ അത്. അവരും കൂടെ വന്ന് സിനിമ കാണട്ടെ എന്ന് പുള്ളി പ്രൊമോഷനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. തയ്ക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പൊ അതാ കുറച്ച് തയ്ക്കുന്നു, അവർക്ക് വേണ്ടി ഒരു സിനിമ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ തയ്യൽ ഇനി നമ്മൾ ഈ സിനിമ കണ്ടതിന് ശേഷം വീട്ടിൽ ചെല്ലുമ്പോഴേ ആ തയ്യൽ മെഷീനിലേക്ക് നോക്കുമ്പോൾ അവർക്ക് അതിനകത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു തോന്നൽ വരണം. അതെ, അങ്ങനെയാണ്. ഇനി വല്ല ഞാൻ കണ്ട കുറച്ച് രസകരമായ കമന്റുകൾ പറയാം. ഈ കമന്റുകൾക്കുള്ള റിയാക്ഷൻ എന്താണെന്ന് നിങ്ങൾ പറയണം. അങ്ങനെയാണ്. അപ്പൊ ആദ്യത്തെ കമന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഥ എങ്ങനെയാണ്, കഥയുടെ പ്ലോട്ടാണ് ഇവർ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. തയ്യൽ മെഷീനിൽ തലയിടിച്ച് ചാകുന്ന ഒരു സാധു സ്ത്രീ, അവളുടെ തയ്യൽ മെഷീൻ പ്രേതമായി എത്തുന്ന ഹൊറർ പടം. ഇതായിരുന്നോ കഥ? ഇതായിരുന്നോ പ്ലോട്ട്? അല്ല. എങ്കിൽ എന്താ ഇതിനുള്ള റിയാക്ഷൻ കൊടുക്കൂ. അയ്യോ, കണ്ണോടുള്ള റിയാക്ഷൻ അല്ലടാ. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? അത് ബുദ്ധിപരമായിട്ടുള്ള ഒരു കമന്റ് ആണ്, പക്ഷെ തയ്യൽ മെഷീന് തലയിടിച്ച് താഴ്ചാകുന്ന സാധു സ്ത്രീയാ. പക്ഷെ തെറ്റായ കമന്റ്, ഒരു പെർസ്പെക്റ്റീവ് ആണ്. അടുത്ത കമന്റ് പറയാം. തയ്ച്ചുകൊണ്ടിരുന്നപ്പോൾ സൂചി കുത്തി ചത്തുപോയ ഒരു പെണ്ണിന്റെ കഥ. അല്ല, നിങ്ങളെ വല്ല നോക്കുകയാണേ, എടാ യഥാർത്ഥ കഥ ഇതാണല്ലോ, എങ്ങനെ പുറത്തു വന്നു എന്നുള്ള എക്സ്പ്രഷൻ തരുന്ന. ഇനി മൂന്നാമത്തെ കാര്യം പറയാം. തൃശ്ശൂർ ഭാഷ പറയുന്ന യക്ഷി ആയിരിക്കൂലേ എന്ന്? അല്ല. ഓ മൈ ഗോഡ്. പിന്നെ ഏത് സ്ലാങ് ആണ് യക്ഷി ഉപയോഗിക്കുന്നത്? അതായത് നോർമൽ ഭാഷ. ഇപ്പൊ കോട്ടയം ഭാഷ ഒക്കെ പറയുന്ന അച്ചടി കോട്ടയത്ത് അച്ചടി ഭാഷയാണ്. അതെ, കോട്ടയത്തുനിന്ന് വന്ന യക്ഷിയാണോ? അല്ല, കോട്ടയത്താണല്ലോ ഇങ്ങനെ അച്ചടി പോലെ സംസാരിക്കുക. അങ്ങനെയാണ് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പ്രേതത്തെ കണ്ടുപിടിക്കാൻ പോയ പോലീസുകാരനും പ്രേതത്തിന്റെ സംസാരത്തിൽ ഹാപ്പി ആയിരുന്നോ? അലർച്ച മാത്രമേ ഉള്ളൂ. സൗകര്യമായല്ലോ അല്ലേ? ഇനി മറ്റൊരു വലിയൊരു കമന്റ് പറയട്ടെ. അച്ഛൻ സ്നേഹത്തോടെ വാങ്ങിക്കൊടുത്ത തയ്യൽ മെഷീൻ ആ നാട്ടിലെ ക്രൂരനായ കള്ളൻ കട്ടോണ്ട് പോയി. ആ വിഷമം താങ്ങാൻ വയ്യാതെ സൂചി തിന്ന് ആത്മഹത്യ ചെയ്തു. പിന്നീട് പ്രേതമായി വന്ന് ക്രൂരനായ കള്ളനെ കൊലപ്പെടുത്തുന്നു. ഞാനൊന്ന് കരഞ്ഞോട്ടെ. എനിക്കറിയില്ല. കമന്റ് ഇടുന്നത് സജീർ 369. അറിയോ? ഓക്കെ, ലാസ്റ്റ് ഇതുപോലത്തെ എനിക്ക് ഇതിൽ കൂടുതൽ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഏറ്റവും നല്ല അടുത്ത അവസാനത്തെ കമന്റ്. തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂചി കുത്തി കയറി രക്തം വാർന്നു മരിച്ച യുവതി പ്രേതമായി വന്ന് ആ മെഷീനിൽ കയറി അവിടെ തയ്ക്കാൻ വരുന്നവരെയൊക്കെ കുത്തിക്കൊല്ലുന്ന കരളലിയിപ്പിക്കുന്ന കഥന കഥ. അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷെ ഇത് ഇട്ടത് ഗായത്രിയാണെന്ന് സംശയിക്കുന്നു. അതാണ്, അങ്ങനെയല്ലേ പൊതുവെ പറയാ, കരളലിയിപ്പിക്കുന്ന കഥന കഥ. അങ്ങനെ കരൾ അലിയിപ്പിക്കുന്നുണ്ടോ ഈ യക്ഷി നമ്മൾ തയ്യൽ മെഷീനിലൂടെ? ആണോ? ഇമോഷൻ ഉണ്ട്. ആണോ? തയ്യൽ മെഷീനിലെ യക്ഷി സത്യത്തിൽ യക്ഷി ക്രൂരല്ല, സാധു സ്ത്രീയായിരുന്നു. സാധു സ്ത്രീയായിരുന്നു. എന്നിട്ട് എന്താ എന്താ സംഭവിച്ചത് ആ സ്ത്രീക്ക്? ആ സ്ത്രീ ചത്തുപോയി. എന്നിട്ടൊരു പ്രേതമായി വന്നു. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രേത അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇത് എനിക്ക് എല്ലാരും ചോദിച്ചു മടുത്ത്. ഇനി പുതിയ എന്തായാലും എനിക്കുണ്ട്. ഞാൻ നിങ്ങൾക്ക് ബോറടിക്കും. എനിക്ക് അത് കുഴപ്പമില്ലടാ, അവർക്ക് ബോറടിച്ചാലും ഞാൻ പുതിയതല്ലേ. ഒരേ മുഖം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ് മൂന്നാറോ ആ കുട്ടിക്കാനം ഭാഗത്തായിരുന്നു. അപ്പൊ ഞങ്ങൾ താമസിച്ചത് അങ്ങനത്തെ ഒരു സ്ഥലത്താണ്. അപ്പൊ രാത്രി കിടന്നുറങ്ങുമ്പോ എന്റെ കഴുത്തിൽ ആരോ ഇങ്ങനെ പിടിച്ച്, എനിക്ക് ആകെ ഒരു വെപ്രാളായിരുന്നു.
പക്ഷെ സ്ലീപ്പ് പാരലിസിസും ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാണോന്നും എനിക്ക് ഡൗട്ട് ഉണ്ട്. അതും ശരിക്കും അങ്ങനെ ഉണ്ടായോ എന്നുള്ളതും. അതിന് ഒരേ മുഖം പ്രേത സിനിമയായിരുന്നോ? അല്ല, അതുകൊണ്ടല്ലോ ആലോചിച്ചത്. സാധാരണ പ്രേത സിനിമകൾ ചെയ്യുമ്പോഴാണ് പ്രേതം നമ്മളെ ആക്രമിക്കാന്ന് കേട്ടിട്ടുള്ളത്. ആരാധകരല്ലാണോ? ആരാധകരങ്ങനെ ചെയ്യോ? അത്രയും ശല്യമൊക്കെ ഡോറ് കുറ്റിയിട്ടൊക്കെ പറഞ്ഞോ? ഡോറ് കുറ്റിയിട്ടൊക്കെയായിരുന്നു. എന്റെ അടുത്ത് പ്രൊഡ്യൂസറുടെ ഭാര്യ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഭാര്യനെ ആക്രമിച്ചില്ലല്ലോ. അതെനിക്കറിയില്ല. ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ ബെഡിലാണ് കിടക്കുന്നത്. എനിക്ക് അന്ന് രാത്രി എനിക്കിങ്ങനെ പ്രേതത്തിനെ പൊതുവെ പേടിയുള്ളതുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എപ്പോഴും ഒന്ന് കണ്ണടഞ്ഞു പോയപ്പോഴായിരുന്നു ഈ അറ്റാക്ക് എന്റെ നേരെ. ഇത് തന്നെ ആലോചിച്ച് കിടക്കല്ലേ. അതെ. ഓക്കെ, പ്രേതത്തെ നേരിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ബന്ധങ്ങളുണ്ടോ പ്രേതമായിട്ട്? ഇല്ല. അല്ല, നമ്മളിങ്ങനെ ഒരു ഹൊറർ സിനിമ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രേതമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ലേ? അങ്ങനെ ഇല്ല കേട്ടോ, ഈ പടത്തിൽ അങ്ങനെയൊന്നും ഇല്ല. നമ്മളത് ഈ സബ്ജക്റ്റ് ഇങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് രാകേഷ് സ്ക്രിപ്റ്റായിട്ട് വന്നു. നമ്മളൊരു 5 ദിവസം കൊണ്ട് പ്ലാനിങ്ങിൽ വന്നൊരു സിനിമയത്. അല്ലാതെ കരുതി കൂട്ടി പ്രേത സിനിമ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതല്ല. പിന്നെ അങ്ങനെ വന്നു, ആ സിനിമ ചെയ്തു, ഇൻട്രസ്റ്റ് ആയി അങ്ങ് ചെയ്തു എന്ന് മാത്രം. ആണ്. പക്ഷെ പ്രേത സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോ ആ ഗായത്രിയുടെ മുഖം എങ്ങനെയാ ഓടി വന്നേ? ഗായത്രിയിലേക്ക് എത്തുന്ന വൈഫ്, എൻ്റെ വൈഫ് ഗോപിക തന്നെയാണ് എൻ്റെ പ്രൊഡ്യൂസർ. ഗോപികയാണ്. വൈഫാണ് ഈ ഗായത്രിയിലേക്ക് എത്തിക്കുന്നത്. ഓ, അങ്ങനെയാണ്. ഗായത്രി അവർക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവും. എന്തായിരിക്കും ഗായത്രിയുടെ അഭിപ്രായത്തിൽ പ്രേതം എന്ന് പറയുമ്പോൾ ഗായത്രി എന്ന് തിരിച്ചു വന്ന് അങ്ങനെ വന്നത് എങ്ങനെയായിരിക്കും? ഈ കിച്ചു ചേട്ടൻ പറഞ്ഞ ഡയലോഗ് അതാവുമ്പോ അഭിനയിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞത് ഇന്റർവ്യൂ അഭിനയിക്കേണ്ട ആവശ്യമില്ല. ഗായത്രി സാരി മാറ ആക്ഷൻ പറയുമ്പോഴേക്കും ഓക്കെ അതായിരിക്കണം. ഈ സിനിമ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രേത സിനിമ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രേത സിനിമ കാണുമ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്രേത അനുഭവം കിച്ചു ചേട്ടൻ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു നേരിട്ട്. അരെ പ്രേതത്തെ എന്നിട്ട് കണ്ടോ? ഇല്ലെന്നേ. അയ്യോടാ, ഒരു പേടിയില്ല. എന്തിനാ പേടിക്കണേ? അവരൊരു മനുഷ്യരില്ല. താങ്കൾക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയൊക്കെ ഉണ്ട്. ആ, പിന്നെ എന്തിനാ പേടിക്കണേ? എന്താണ്, എനിക്ക് വയ്യ, റിസ്ക് എടുക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ പറയാം, നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മൃഗങ്ങളുമായിട്ട് അടുത്ത് ഇടപെടുകയിട്ടുള്ളത് കിച്ചു ചേട്ടനായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ചോദിക്കാം. ഒരു പ്രേത സിനിമയിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട 3 മൃഗങ്ങൾ ആരൊക്കെയാണ്? പട്ടി. പട്ടി എന്താ ചെയ്യണ്ടേ? ഓളിടാ. ഓക്കെ, ഉണ്ടോ നമ്മുടെ സിനിമയിൽ? ഉണ്ടോ? പട്ടിയുണ്ടോ? ഉണ്ട്. അടുത്തത് പശു. പശു. ആ, ഒരു പശു ചത്താൽ പ്രേതം വന്നോണ്ടർത്ഥം. അതെനിക്കൊരു പുതുമയായിരുന്നു. ഉണ്ടോ ഇതിനകത്ത്? ഇല്ല, പശു ആടുന്നു, ചുമ്മാ ഇല്ലാത്ത. നമ്മുടെ പടത്തിലല്ലോ മൊത്തത്തില്. പിന്നെ കാക്ക. ഇതെന്തോ പൂച്ച. പശു, കാക്ക. ഞാൻ ചോദിച്ചത് നട്ടുച്ച നേരത്തെ ഇവിടെ കാണാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയെന്നല്ല. ഒരു പ്രേത സിനിമയിൽ നമുക്ക് നിർബന്ധമായും കണ്ടിരിക്കേണ്ട 3 മൃഗങ്ങൾ ആരൊക്കെയാണ്? പൂച്ച മസ്റ്റാണ്. പൂച്ച വട്ടം ചാടുന്നത് ഉണ്ടാവുമല്ലോ. കരിമ്പൂച്ച. നമ്മുടെ ഇതൊന്നുമില്ല, നമ്മള് സെൻസർ അടിച്ചതൊന്നും വെച്ചിട്ടില്ല. അതെ, നിങ്ങളുടെ ആകെ പ്രേതം ശബ്ദം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആണ് പ്രേതവും പിന്നെ ഈ തയ്യൽ മെഷീനും മാത്രമേ ഉള്ളൂ. അല്ല, ശബ്ദങ്ങളുണ്ട്. കറക്റ്റ്. അല്പം വൈകിയാണെങ്കിൽ യഥാർത്ഥ ഉത്തരങ്ങളിലേക്ക് എത്തിയതുകൊണ്ട് സന്തോഷം. വീണ ട്രാക്കിലെത്തിയത്. ഗായത്രിയുടെ മറ്റേ ആക്ഷൻ സീനുകൾക്ക് ശേഷം ഇനി ഒരു ഹൊറർ സീനിലേക്ക് വരാമെന്നുള്ള ഗായത്രിയുടെ ബുദ്ധിപൂർവമായ തീരുമാനമായിരുന്നു. ആക്ഷൻ മറ്റേ നമ്മുടെ ചാടി ഇടിക്കുന്ന കളക്ടർ അതല്ല, എനിക്ക് വരികയും ചെയ്തു. അതായത് പ്രേത സിനിമ വന്നു ഭാഗ്യത്തിന്. അങ്ങനെ. അപ്പോ ഒരു ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി റൂൾസ് ചെയ്യണമെന്നുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. ഉറപ്പായിട്ട് ഇത് കേട്ടപ്പോ ഞാൻ ചെയ്യാം. ഗായത്രി, ഈ ഒരു പ്രേതത്തിൽ ഏറ്റവും കൂടുതൽ റീടേക്ക് എടുത്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അലർച്ച കുറച്ചെടുത്തല്ലേ? അലർച്ച കുറച്ചെടുത്തു. അത് ഡബിങ്ങിലല്ലേ അലർച്ച എടുക്കണ്ടുള്ളൂ? അല്ല, ആ ടൈമിൽ ഗായത്രി കുറച്ച് എഫേർട്ട് ഇട്ട് തന്നെ അത്. എത്ര മാത്രം അലറിയായിരുന്നു ഗായത്രി? ഭയങ്കരമായിട്ട് എന്റെ വോയിസിന്റെ മാക്സിമം. ആണോ? ഞാനിപ്പോ ഒരു അവസരം തന്നു കഴിഞ്ഞാൽ എന്തുമാത്രം അലറാൻ സാധിക്കും? അലറാനൊക്കെ പറ്റും. എങ്കിൽ നമുക്കിതൊരു ചലഞ്ച് ആയിട്ട് കൊടുക്കാം അല്ലേ? എത്ര മാത്രം അലറാൻ ഗായത്രിക്ക് സാധിക്കുമെന്ന് പറ്റുമെങ്കിൽ എക്സ്പ്രഷനും കൂടി ഇട്ടിട്ടാക്കിക്കോട്ടെ. ഇത്രയും സുന്ദരിയായിരിക്കുന്ന ഗായത്രി ഹൊററായിട്ട് ആ യക്ഷിയായിട്ട് എങ്ങനെ അലറാൻ സാധിക്കുന്നു? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എന്റെ പൊന്നെ, എന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചുവരെ എഴുന്നേറ്റ് ഓടിയെന്നോ. ഇതുപോലെയായിരുന്നു
ഗായത്രിനെ ടൈക്ക് ഒക്കെ അടിപ്പിച്ചത്. അത് ഗായത്രിക്ക് ഓക്കെ അല്ലാന്ന് ഗായത്രി തന്നെ പറയല്ലേ, അപ്പൊ ഗായത്രി വീണ്ടും അലറാൻ തയ്യാറാണ്. ഇതെനിക്ക് ഓക്കെയാണോ? പക്ഷെ സൗണ്ട് ഒക്കെ കുറെ പോയിട്ടോ അപ്പൊ. ആണോ? പിന്നെ പോവില്ല. അതല്ലേ പക്ഷെ ഗായത്രിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എന്താണെന്നറിയോ, എന്ത് പറഞ്ഞാലും വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കും. അത് എന്ത് പറഞ്ഞാലും ചെയ്യും. ഇപ്പൊ ഞാൻ വീണ്ടും ഉണക്കമന്ത്രി തെറ്റിച്ചു പാടാൻ പറഞ്ഞാലും ഗായത്രി പാടും. അതും എനിക്കറിയാം. അല്ലേ? ഇല്ല, ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞതാ. തെറ്റിച്ച് പാടാൻ പറഞ്ഞാൽ അങ്ങനെയും പാടും. വളരെ കോൺഫിഡന്റ് ആയിട്ട് തെറ്റിച്ച് പാടും. അല്ല, ഗായത്രിക്ക് അങ്ങനെ കഴിവുകളൊക്കെ ഉണ്ട്. അത് ഗായത്രി പറഞ്ഞതേ, ഇപ്പൊ ഞാൻ നന്നായി ഇരിക്കുകയാണ്, പഴയ പോലെ ഒന്നും അല്ലാന്ന് പറയുന്നത്. പണ്ടും ഗായത്രി നന്നായിട്ട് തന്നെ ഇരുന്നത് അല്ലെ? അതൊക്കെ ഇന്റർവ്യൂവിൽ ശ്രദ്ധിക്കപ്പെടാനുള്ള ഞങ്ങളുടെ ഒരു ടാക്ടിക്സ് ആയിരുന്നു അല്ലേടാ? അല്ല, അങ്ങനെ പറ. ഇമ്മച്യൂരിറ്റിയുടെ പുറത്ത് ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങളാണ്. യെസ്. പിന്നെ അപ്പോ നമുക്ക് എന്താ അറ്റൻഷൻ വേണമെന്ന് തോന്നും. ഇമ്മച്യൂർഡ് ആവുമ്പോ നമുക്ക് അറ്റൻഷൻ വേണം തോന്നും. അതിന്റെ പുറത്ത് തെറ്റുകളാണ് എനിക്ക്. തയ്യൽ മെഷീനിൽ പാട്ടുകളുണ്ടോ? ആ ഉണ്ടോ? നമ്മുടെ സിനിമ ഗായത്രി പാട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെയുണ്ടോ? അതേതാ പാട്ട്? രണ്ടുപേരെയും പാടാമോ? പ്രേതം വരെയും പാട്ട് പാടിയുണ്ട് ഇവിടുത്തെ. ആദ്യത്തെ ഇതിൽ പാടിയ തെറ്റി നമ്മള് ആദ്യം പാടിയപ്പോ തെറ്റിയിട്ടുണ്ടെന്ന്, അപ്പൊ ഇപ്പൊ ഒന്ന് കറക്റ്റ് ചെയ്ത് പാടാം. ഫസ്റ്റ് ഇന്റർവ്യൂല് പാടി, അപ്പോ ലിറിക്സ് ഇത്തിരി തെറ്റി. ആദ്യം പറഞ്ഞ പോലെ മറ്റേ ഉണക്കമന്ത്രി പോലെ അതും തെറ്റിയെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോ അത് കറക്റ്റ് ചെയ്യണം. പക്ഷെ ഗായത്രിക്കുള്ള സമയമാണ്, ആ അവസരമാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർക്ക് കോറസ് പാടാനുള്ള അവസരം ഉണ്ട് കേട്ടോ. കടത്തനാട്ടെ കളരിയിലടവുകൾ പഠിച്ചെടുത്തൊരു പെണ്ണാണേ, കറണ്ടടിക്കണ കണ്ണാണേ, ഉടക്ക് തോന്നൽ പതിവാണേ, എനക്ക് തുന്നണ പെണ്ണിൻ കയ്യിൽ പടയ്ക്ക് പോകണൊരിനമുണ്ടേ, തനിച്ചു തിരിയണ പവറാണേ, ഒതുക്കി മേക്കണതിവളാണേ, താനേ തന്നെ തനന്നാനേ തന്നേ താനേ തനന്നാനേ, താനേ താനേ തനന്നാനേ തന്നേ താനേ തനന്നാനേ. ഓക്കേ, കൈയടിച്ചാണെങ്കിലും കുറച്ച് പാടിയ അഭിനന്ദനങ്ങൾ. താളം പിടിച്ചില്ലേ? അതെ അതെ, അതാ പറഞ്ഞ കൈയടിച്ചാണെങ്കിലും കുറച്ച് പാടിയല്ലോ. നല്ല വിഷ്വൽസും ഉണ്ട് അതിന്റെ. ഒരു ഡയറക്ടർ കം പ്രൊഡ്യൂസർ ആയതുകൊണ്ട് പിന്നെ ചേട്ടൻ അതിന് ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മളത് ഈ പറഞ്ഞ പോലെ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി നമ്മൾ അത് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ പാഷനായിട്ട് എടുത്താണ്. ഇനി ഫണ്ട് വന്നാലും ബിസിനസ് ആകും, അല്ലെങ്കിൽ പാഷൻ. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ലെന്നല്ലേ? ഫണ്ട് പോയ പാഷൻ. ഫണ്ട് പോയ പാഷൻ, ഇല്ലെങ്കിൽ ബിസിനസ്. ഭയങ്കര ലൈനാണ്. മനസ്സുണ്ടല്ലോ പുള്ളിക്ക്. അതാണ് ഈ ഇരിക്കുന്ന രണ്ടുപേരിൽ പൈസക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ബാർഗൻ ചെയ്തത് ആരോടാണ്? സത്യം പറഞ്ഞു കേട്ടോ. മനസ്സിലായില്ല. അതായത് നമ്മുടെ ഏറ്റവും കൂടുതൽ പൈസ ചോദിച്ചപ്പോ പറ്റില്ല എന്ന് പറഞ്ഞ ആരെടുത്താന്ന് പറഞ്ഞോ? സംവിധായകൻ നൈസായിട്ടൊക്കെ മനസ്സിലായില്ലെന്നൊക്കെ അറിയായിരുന്നു. അതുകൊണ്ടാ സൈഡ് ഞാൻ ചാടിക്കറി പറഞ്ഞത്. എന്നിട്ട് അത് കിട്ടിയോ? അതാണ് അടുത്ത ചോദ്യം. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ കൂടുതൽ വേണമെന്ന് ചോദിച്ചു, തരാണ്ടായപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ നൈസായിട്ട് ഞാൻ പറയാതെ വേണ്ട, കുഴപ്പമില്ല. ആണ്. ഗായത്രിയോട് അങ്ങോട്ട് പ്രതിഫലം പറയുകയായിരുന്നോ ഗായത്രി ഇങ്ങോട്ട് പ്രതിഫലം പറയുകയായിരുന്നോ ചെയ്തത്? ഞാനൊരു പ്രതിഫലം പറഞ്ഞു. പക്ഷെ അപ്പോ ഒന്ന് നമ്മൾ പറ്റില്ലെന്ന് അവര് പറഞ്ഞു അല്ലേ? അതല്ല, അങ്ങനെയല്ല. നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും കൂടി ബാലൻസ് ചെയ്തു. അവരൊരു പ്രതിഫലം പറഞ്ഞു, ഞാനൊരെണ്ണം പറഞ്ഞു. അപ്പൊ രണ്ടും കൂടി ബാലൻസ്. ഏത് പ്രതിഫലത്തിന്റെ അടുത്തേക്കായിരുന്നു കൂടുതൽ പോയത്? അവര് പറഞ്ഞിടത്തേക്ക് കൂടുതൽ പോയോ, ഇപ്പുറത്തേക്ക് കൂടുതൽ പോയോ? ഇല്ല, ഗായത്രി ഞാൻ പറഞ്ഞിടത്തേക്കാണോ? ഗായത്രി പറഞ്ഞിടത്തേക്കാണ്. ഗായത്രി അധികം ഒന്നും അങ്ങനെ പറഞ്ഞില്ല. അത്രയൊന്നും പറഞ്ഞില്ല. ഇല്ല, നമ്മളെല്ലാവരും ഒരു കൂട്ടായിട്ട് തന്നെ പടം ചെയ്തു. വലിയ തൊഴിലാരും അല്ലേ? കിട്ടിയില്ല, അതുകൊണ്ടാ. ഇല്ല, ഇവര് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു ഇത് പറയാനില്ല. കാരണം നമ്മുടെ ബഡ്ജറ്റിലോട്ട് എത്തിച്ചവര്. തയ്യൽ മെഷീനിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ആയത് എന്തിനാണ്? തയ്യൽ മെഷീനിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ആയത് എന്താ പറയാ, ഒരുപാട് തയ്യൽ മെഷീനുകൾ വാങ്ങേണ്ടി വന്നു. ഇല്ലില്ല, ഒറ്റ തയ്യൽ മെഷീൻ, അതും നമ്മൾ എവിടെ നിന്ന് എടുത്തുകൊണ്ടെന്ന് പറയുന്നത്, അത് മാത്രം. ബഡ്ജറ്റ് അങ്ങനെ ആയത് നമുക്ക് കൂടുതലും മ്യൂസിക് സൈഡ് കുറച്ച്, പിന്നെ അത് ഹൊറർ ഗ്രാഫിക്സ് കുറച്ച്. ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ ഹൊറർ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഞാൻ എന്റെ പേര് പറയാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എക്സ്പെൻസ് കൂടുതലായിട്ട് ഒരു ഏരിയ കൂടുതൽ ഒന്നിനും വന്നിട്ടില്ല.
നോർമൽ CG കുറേ ആവശ്യം CG കുറച്ച് ആവശ്യം വന്നു, പക്ഷെ അത് അത്ര എക്സ്പെൻസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി കിട്ടി. സാധാരണ ഇങ്ങനെ ഇപ്പോൾ സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്. മഴക്കാലത്തിന്റെ ടെൻഷൻ, അതിന് ആളുകൾ തിയേറ്ററിൽ പോകുമെന്നുള്ള ടെൻഷൻ, അത് കഴിഞ്ഞിട്ട് ബിസിനസ് എടുക്കുമെന്നുള്ള ടെൻഷൻ. ചേട്ടന് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള ഏത്? എനിക്കിപ്പോൾ ഇതൊന്ന് ഇറക്കി കഴിഞ്ഞാൽ എൻ്റെ ടെൻഷൻ തീർന്നു. അത് ഇറക്കാത്തോടത്തോളം ടെൻഷനാണ്, കാരണം ഇത് വെച്ചുകൊണ്ടിരുന്നാൽ ആർക്കും യൂസ് ഇല്ലല്ലോ. ഇപ്പം നമ്മൾ സിനിമ ചെയ്ത് വെച്ചു, ഇറക്കിയാൽ 10 പേര് കാണുമെങ്കിലും ചെയ്യും, ഇറക്കിയില്ലെങ്കിലും ഫണ്ട് ഡെഡ് മണി ആയിട്ട് കിടക്കുന്നു. അപ്പോൾ ഇത് ഇറക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കിച്ചന് ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ട് ഏതാണ്? പ്രേതത്തിന്റെ പാർട്ടുണ്ട്, മറ്റേ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ? അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഏതാണ്? പോലീസ് സ്റ്റേഷൻ ആയിരിക്കും. എന്താ, ഞാനുള്ളത് കൊണ്ട് അല്ല, അതിൽ കുറച്ച് ഹ്യൂമർ ഉണ്ടാവാത്ത, പിന്നെ ഇൻവെസ്റ്റിഗേഷൻ പരിപാടികളുണ്ട്, പിന്നെയാണ് ഈ ഹൊററും ഇവിടേക്കൊക്കെ എത്തണത്. അത് നല്ല രസമായിരുന്നു. ഗായത്രിയുടെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട് ഏതാണ്? എനിക്ക് പ്രേത പാർട്ട് മാത്രമല്ലേ ഉള്ളൂ. അതാണെങ്കിൽ മൊത്തം അലർച്ചയും. എനിക്ക് അല്ല, അത് മൊത്തം എനിക്ക് ഭയങ്കര ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അത് മൊത്തം സിനിമ മൊത്തം എത്ര തവണ അലറിയിട്ടുണ്ടാവും? ഇത്ര നാൾ ചിലക്കാറുള്ളൂ. സിനിമ മൊത്തം എത്ര തവണ അലറിയിട്ടുണ്ടാവും? സിനിമ മൊത്തം 2. അത്രയും മതിയായിരുന്നോ? അല്ല, അതന്നെ മതിയല്ലോ. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിടുമായിരുന്നു? 2 തവണ എന്ന് പറഞ്ഞാൽ അത് 10-12 പ്രാവശ്യം ചെയ്തണ്ട. അല്ല, അത് കുറച്ച് വലിയ സീക്വൻസാ. ആണ് അല്ലേ? അപ്പൊ ഏതായാലും ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഗായത്രിയുടെ പ്രതീക്ഷ എന്താണ്? എനിക്കറിയില്ലടോ, എനിക്കറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല. അത് പേടിയുണ്ടോ? പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. എങ്ങനെയായിരിക്കും ആളുകൾ സ്വീകരിക്കാന്നുള്ളത്? എന്താ, ആളുകൾ തിയേറ്ററിലേക്ക് വരണം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. യെസ്, ആളുകൾ വന്നു കിട്ടിയാൽ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഏതായാലും അങ്ങോട്ട് ചോദിക്കട്ടെ, പേടിയുണ്ടോ? സിനിമ ഇറങ്ങാൻ നേരത്തേക്ക് സിനിമ വരുന്നു, ഒരു ഹൊറർ മൂവിയാണ്, നമ്മൾ ചെയ്യാത്ത പരിചയമില്ലാത്ത ജോണറാണ്, പേടിയുണ്ടോ? പേടിയില്ല, ഈ പറഞ്ഞ തൊട്ട് ഒരു ആകാംക്ഷയുണ്ട് എന്താവും എന്നുള്ളതുണ്ടല്ലോ. നേരത്തെ ഇപ്പൊ നമ്മൾ ചെയ്യാത്തൊരു ഏരിയ ആണുള്ളത്. അതെ, പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും. ആണ്. ചേട്ടന്റെ വീട്ടിൽ ചേട്ടനെ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളാരായിരിക്കും? എന്റെ ഭാര്യ ആയിരിക്കും. ആണോ? ഭാര്യയോട് പറഞ്ഞോ ചെയ്യുന്നത് പ്രേതമാണെന്ന്? അവൾക്ക് അറിയാലോ. ആണ്. അപ്പൊ എന്താ പറഞ്ഞേ? അവളെക്കാട്ടും വലിയ പ്രേതം ഉണ്ടോന്നാണ് അവള് ചോദിക്കുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സിനിമ ഇന്റർവ്യൂ ഇറങ്ങുമ്പോ ഹൈലൈറ്റിൽ തന്നെ നിങ്ങൾ ഇട്ടേക്കാം കേട്ടോ, തിരിച്ച് വീട്ടിലേക്ക് ചെല്ലണേ. പിന്നെ കാണാട്ടോ. അങ്ങനെ തയ്യൽ മെഷീൻ എന്ന് പറയുന്ന സിനിമ വളരെ ഗംഭീരമായി തിയേറ്ററുകളിലേക്ക് എത്തട്ടെ, നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ നേടട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. Krishna Leela.